ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു സ്പെഷ്യലായിട്ട് എഗ്ഗ് പപ്സ് പോലത്തെ ഒരു ഐറ്റം ഉണ്ടാക്കാം. എന്താണ് ഫസ്റ്റ് തന്നെ പച്ചമുളക്, സവാള, അതുപോലെ തന്നെ തക്കാളി കുരുകുനാന്ന് അരിയാട്ടോ. തക്കാളി ശരിക്കും ആവശ്യമില്ല, പക്ഷെ തക്കാളി ആവശ്യമുണ്ടെങ്കിൽ ഇട്ടോളൂ. അപ്പോൾ ഞാൻ തക്കാളി ഇട്ടൂട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞ് തക്കാളി ആവശ്യം ഉണ്ടായിരുന്നത്, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ തക്കാളിന് പകരം നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാം കേട്ടോ, ആ ഒരു പുളിപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ആദ്യം തന്നെ അത് മൂന്നും കുരുകുനാന്ന് അറിയാം. വേറെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും, ഇത് മൂന്നെണ്ണം ധാരാളം. അപ്പോൾ നമ്മളൊരു പാനിലേക്ക് ഓയിൽ ചൂടായതിന് ശേഷം ഈ മൂന്ന് പച്ചക്കറി, സവാളയും അതുപോലെ തന്നെ തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും കുരുകുനാന്ന് അറിഞ്ഞിട്ട് ഇടാം. പിന്നെ ഇപ്പം എന്താണ് കൊറിയൻഡർ ലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമുക്ക് ഈ ഉണ്ടാക്കിയതിന് ശേഷം മുകളിൽ വിതറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിന് ശേഷം ഒരു ബ്രൗൺ ഷേപ്പ് ആവണ വരെ നല്ലപോലെ ഇങ്ങനെ ഇളക്കാട്ടോ. ഈ ഷേപ്പ് വരുമ്പോൾ നമുക്ക് അതിനെ എന്താണ് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി അത്യാവശ്യം ഇട്ടോളൂ, കാരണം നല്ല ടേസ്റ്റ് വരണമെങ്കിൽ അത് ആവശ്യമാണ്. പിന്നെ മുളക് പൊടി ഇടാം ആവശ്യത്തിന് ഇട്ട്, നിങ്ങളുടെ എരിവിനനുസരിച്ച്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഇത്തിരി മതി. അതിന് ശേഷം നമ്മുടെ ഗരം മസാല ഒരു അത്യാവശ്യം നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് അത് ഇട്ടോളൂ. അപ്പം എല്ലാം കൂടി ആകുമ്പോൾ ഒരു നല്ലൊരു പേസ്റ്റ്, അങ്ങനത്തെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം. അതിന് ശേഷം മുട്ട ഞങ്ങൾ 2 എടുത്തേക്കണത്, അത് നിങ്ങൾ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള രൂപത്തിലാണ് നമുക്ക് മുട്ട എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ചെയ്യണം. അതിന് ശേഷം ജസ്റ്റ് ടോസ്റ്റും ചെയ്യണം. ബ്രെഡ് എടുക്കാം, എന്നിട്ട് ജസ്റ്റ് എന്താണ് ആ ഒരു സംഭവം അത്രേ ഉള്ളൂ. ആ കറി റെഡിയായി കറി ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കറി. അപ്പോൾ കാരണം അത്ര ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ ബ്രെഡ് വെക്കുക, അതിന് മുകളിൽ ഈ ഒരു കറി വെക്കുക, പിന്നെ മുട്ട വെക്കുക കേട്ടോ. ഇതാണ് സംഭവം. ഇത്രേ ഉള്ളൂ. നല്ല എളുപ്പമാണ് ചെയ്യാൻ, നമുക്ക് എല്ലാവർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അച്ഛനും പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. അച്ഛൻ ഭയങ്കര ഇഷ്ടമായി. അച്ഛനെ 10-8 മാർക്ക് തന്നു. പിന്നെ എന്താ, ഞാൻ സോസ് സൈഡിലിട്ടാ കേട്ടോ, അത് ആവശ്യമൊന്നുമില്ല. പിന്നെ അമ്മ കഴിച്ച് നോക്കിയിട്ടോ, അമ്മയോട് ഞാൻ കഴിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും റിയാക്ഷൻ ഒക്കെ എടുക്കണം നമ്മൾ. അപ്പോൾ അമ്മ അവിടെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ട് അമ്മ സൂപ്പറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അപ്പോൾ ഞാൻ റിയാക്ഷൻ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ സൂപ്പറായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താ ഇഷ്ടം